നഴ്സറിയിൽ നിന്ന് ഓർക്കിഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട 5 ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു പ്ലാന്റ് എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം, വാങ്ങിക്കുന്ന പ്ലാന്റ് എങ്ങനെ നന്നായിട്ട് ഗ്രോ ചെയ്യാന്നുള്ള 5 ടിപ്പ് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഓർക്കിഡ്സ് വാങ്ങാനായിട്ട് നഴ്സറിയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ തന്നെ പൂക്കളായിരിക്കും നമ്മൾ അട്രാക്ട് ചെയ്തത്. പൂക്കൾ മാത്രം നോക്കിയിട്ട് ഒരിക്കലും നമ്മളൊരു പ്ലാന്റ് വാങ്ങരുത്. ഏത് വെറൈറ്റി ആണെന്ന് നിങ്ങൾ പേരുകൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണം എപ്പോഴും എടുക്കാനായിട്ട്. അപ്പോൾ ഹെൽത്തി പ്ലാന്റ്സ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പൂക്കൾ കഴിഞ്ഞാൽ നമ്മൾ ഇലയിലേക്കായിരിക്കും ഒരു പ്ലാന്റ് നോക്കുന്നത്. അപ്പോൾ ഇല നല്ല ഹെൽത്തി ആണെന്ന് എങ്ങനെ അറിയാം? അതിനായിട്ട് നല്ല ഗ്രീൻ ആപ്പിളിൻ്റെ ഷെയ്ഡിലുള്ള നല്ല ലീഫുകൾക്കാണ് ഏറ്റവും നല്ല ഹെൽത്തി പ്ലാന്റ് എന്ന് പറയാൻ കഴിയുക. ഇനി ഡാർക്ക് ഗ്രീൻ ആയാലും ഓക്കെയാണ്. അതൊരു നല്ല ലൈറ്റ് കിട്ടുമ്പോഴത്തേക്കും കറക്റ്റായിട്ടത് ബ്ലൂം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലുള്ളതും അതുപോലെ പ്രത്യേകിച്ച് സ്പോട്ടുകളോ അതല്ലെങ്കിൽ ഇൻഫെക്ഷൻസോ ഒന്നും ഇല്ലാത്ത നല്ല ലീഫുകൾ നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യാം. മൂന്നാമതായിട്ട് നമുക്ക് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിൽ നല്ല തണ്ടുകൾ, അതായത് തണ്ടുകൾ നല്ല ബൾജ് ചെയ്തിട്ടുള്ള നല്ല തണ്ടുകൾ നോക്കിയിട്ട് വാങ്ങാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും കേട്ടോ. അപ്പോൾ ചില വെറൈറ്റികൾക്ക് കനം കൂടുതലും ചില വെറൈറ്റിക്ക് കനം കുറവായിരിക്കും. ഈ ഒരു വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ സ്റ്റെമ്മ് കുറച്ചുകൂടി ലെങ്തി ആയിരിക്കും. പക്ഷേ ഇതിനും ഈ ഒരു ഫ്ലവറിങ് സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം ഇങ്ങനെ ബൾജ് ചെയ്തിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് എടുത്താൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന മെയിനായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ റൂട്ടുകൾ എടുക്കുമ്പോൾ നല്ല ഹെൽത്തി റൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ചില പ്ലാന്റിൽ 1-2 റൂട്ട് ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ആ റൂട്ട് ഹെൽത്തി ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. നല്ല വൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഗ്രീൻ ആയിട്ടോ ടിപ്പുള്ളതോ ആയ റൂട്ടുകൾ സെലക്ട് ചെയ്യുക. അപ്പം ഇനി റൂട്ടുകൾ ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഓർക്കിഡ്സിൻ്റെ ഒരു പ്രത്യേകത അതിരുന്ന് പതിയെ റൂട്ട് ഫോം ആവുന്ന ഒരു ടൈപ്പാണ്. നമ്മൾ സാധാരണ റോസാ കമ്പൊക്കെ വെച്ചിട്ട് അതിൻ്റെ റൂട്ട് പൊട്ടിപ്പോൾ ചിലപ്പോൾ ഉണങ്ങിപ്പോൾ. പക്ഷേ ഓർക്കിഡ്സ് അങ്ങനെയല്ല, പതിയെ റൂട്ടുകൾ ഫോം ആവുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ റൂട്ട്സ് മാക്സിമം നല്ലതായിട്ടുള്ളത് തന്നെ നോക്കി സെലക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് റൂട്ട്സ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പഞ്ഞി പൊലിക്കുന്ന റൂട്ടുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ പുതിയ റൂട്ടുകൾ കിളിച്ച് വന്നോളൂ. ഇതുപോലൊരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾ വാങ്ങിച്ചിട്ട് പോവുക. ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ തന്നെ കൊണ്ടുവെക്കാതെ 10 ദിവസത്തിന് ശേഷം മാത്രമേ ഫെർട്ടിലൈസർ ഫംഗിസൈഡുകളൊക്കെ കൊടുക്കാവുള്ളൂ. ആ 10 ദിവസവും നമ്മൾ വെള്ളം മാത്രം കൊടുക്കുക പ്ലാന്റിൽ. എന്നിട്ട് റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ തൊണ്ടുകളെല്ലാം റിമൂവ് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ 10 ദിവസത്തിന് ശേഷം മാത്രം ചെയ്യുക. ഇങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂട്ടുകളൊക്കെ പൊട്ടിപ്പോക്കോട്ടെ. പക്ഷേ പുതിയ റൂട്ടുകൾ പെട്ടെന്ന് വരും. ഓർക്കിഡ്സിന് പ്രത്യേകതയാണത്. അപ്പം ഇങ്ങനെ റിമൂവ് ചെയ്ത് സാഫ് ഫംഗിസൈഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗിസൈഡിൽ വാഷ് ചെയ്ത് നന്നായിട്ട് കരിയോടൊക്കെ ഇട്ട് പോട്ട് ചെയ്ത് ഹാങ് ചെയ്തിടുക. അങ്ങനെ ചെയ്താൽ നന്നായിട്ട് റൂട്ട്സ് ഉണ്ടാവും, തണ്ടുകൾ ഉണ്ടാവും, ഒത്തിരി ബഡുകളും ഷൂട്ടുകളും ഒക്കെ ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ വേണം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാന്റ് പോട്ട് ചെയ്യാൻ. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പ്ലാന്റ്സ് വളരും.